എപ്പോഴാണെന്നറിയാമോ? ഗാസയ്ക്ക് വേണ്ടി കരയുമ്പോഴാ. ഗാസയ്ക്ക് വേണ്ടി വാതോരാതെ നിലവിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില അവതാരങ്ങള് നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ലേ? കടിച്ചാൽ പൊട്ടാത്ത ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് നിലവിളിക്കുമ്പോൾ മാത്രമാണ് ശരിക്ക് അയ്യോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇവരൊക്കെ ഏത് നിലയിലായിരുന്നു എഴുത്തുകാരല്ലേ? പ്രാസംഗികർ, നോവലിസ്റ്റുകൾ, ആക്ടിവിസ്റ്റുകൾ, സിനിമാ നടിമാർ, നടന്മാർ, നാടക നടിമാർ. ഓ, പക്ഷേ ഇവരെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ കാണാൻ പോലും കിട്ടത്തില്ല. എവിടെയാണെന്നറിയാം? അതാണ് ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ. ഇന്ന് കേരളം ഒരു പരിധി വരെ ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ ആകെയുള്ള ഒരു സമാധാനം. ഇവരെ തിരിച്ചറിയാൻ ഇവരുടെ കരച്ചിൽ ഏതു ഭാഗത്തേക്ക് നോക്കിയാണ് എന്ന് നോക്കിയാൽ മതി. ഇവരാരെ നോക്കിയാണ് ഓരിയിടുന്നത് എന്ന് നോക്കിയാൽ മതി. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. നൈജീരിയയിലെ കുട്ടികൾക്ക് പേരില്ല, ബംഗ്ലാദേശിലെ കുട്ടികൾക്ക് പേരില്ല, അവരിൽ സ്ത്രീകളില്ല, കുട്ടികളില്ല, വൃദ്ധരില്ല. ആഹാ, കൊള്ളാം. ഇവരുടെ പ്രത്യേക തരം കരച്ചില് നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. മധ്യ നൈജീരിയയിലെ കത്തോലിക്ക സ്കൂളിൽ നിന്ന് 300-ലധികം കുട്ടികളെയും ജീവനക്കാരെയുമാണ് തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയത്. എവിടെ, ആര് കരഞ്ഞു? ഇന്നലെ വന്ന വാർത്തയാണ്. ഒരുപാട് പഴകിയതൊന്നും അല്ലേ. ഇവിടെ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ പലസ്തീനിലെ ഗാസയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ പറ്റുന്ന നമ്മുടെ രാജ്യത്തെ ചില ആക്ടിവിസ്റ്റുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ചില സെലിബ്രിറ്റികൾ, ബംഗ്ലാദേശ് കാണില്ല, ഇറാൻ കാണില്ല, പാകിസ്ഥാൻ കാണില്ല, നൈജീരിയ കാണില്ല, രാജ്യം കണ്ട ഏറ്റവും മോശപ്പെട്ട കൂട്ടമായ ഒരു തട്ടിക്കൊണ്ടു പോകലാണിത് എന്ന് UN അടക്കമുള്ള സംഘടനകൾ വിധിയെഴുതുന്നു. സായുധ സംഘടനകളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് ഓർക്കണം. ആ തട്ടിക്കൊണ്ടുപോയവരിൽ, പോകപ്പെട്ടവരിൽ നമ്മളോ നമ്മുടെ കൂട്ടുകുടുംബാംഗങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ആ വേദനയുടെ ആഴവും പരപ്പും എത്രയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടി ആയുധധാരികളായിട്ടുള്ള ആളുകൾ സ്കൂളിൽ അതിക്രമിച്ചു കയറുന്നു. അവിടെ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പ്രാദേശിക പോലീസ് പറയുന്നു. 6ഉം 13ഉം വയസ്സുള്ള തൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പല ആളുകളും വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് കേണു നിലവിളിക്കുന്നു. ഈ വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിനു വേണ്ടി സുരക്ഷാ ഏജൻസികൾ കാടുകൾ അരിച്ചു പെറുക്കി വരികയാണ് എന്ന് പോലീസ് പറയും. ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടികളോട് ഇവർക്ക് എന്തെങ്കിലും വൈരാഗ്യമുള്ളത് കൊണ്ടാണോ? ഇവരെ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ആശയപരമായ ഭിന്നിപ്പുകൾ ഉള്ളത് കൊണ്ടാണോ? 6ആം നൂറ്റാണ്ടിലെ ഒരു മതം പറഞ്ഞു എന്ന കാരണത്താൽ ആദ്യം 215 വിദ്യാർത്ഥികളെ ചേർത്തു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് അത് ആ കണക്ക് മുകളിലേക്ക് പരിഷ്കരിക്കുന്നു. പുതിയ സംഖ്യ സ്കൂളിലെ വിദ്യാർത്ഥി ജനസംഖ്യയുടെ പകുതിയോളം വരുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആക്രമണ സാധ്യത കൂടുതലാണ് എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് എല്ലാ ബോർഡിംഗ് സൗകര്യങ്ങളും അടച്ചു പൂട്ടാനുള്ള ഉത്തരവ് സ്കൂൾ അവഗണിച്ചു എന്നാണ് നൈജീരിയൻ സംസ്ഥാനത്തെ അധികാരികൾ പറയുന്നത്. കാരണം ഇവര് 6ആം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര പുസ്തകവും കയ്യിലേന്തി ഇവരിറങ്ങി തിരിച്ചിരിക്കുവാണ്. അല്ലാഹു അക്ബർ എന്ന മുറവിളികളോടുകൂടി കാഫിറുകളായിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ
തെരഞ്ഞു പിടിച്ചു വധിക്കുന്നതിന് വേണ്ടി ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണേ 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 എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവരിതിനെ അവഗണിച്ചാൽ എന്ത് ചെയ്യും? റെനി ഹായ്, അഭ്യൂഹമുള്ള ആളെ പറഞ്ഞു വിട്ടേരെ. അപ്പോ നമ്മളെ പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമുള്ള മനുഷ്യ ജന്മങ്ങളാണ് അവര് എന്ന് ചിന്തിക്കാൻ സാധിക്കാതെ മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരുടെ വേദനകൾ ഇവർക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് അവര് യഹൂദന്മാരാണ്, അവര് ജൂതന്മാരാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യന്മാരെ ക്രൂരമായി വധിക്കാൻ, ബലാത്കാരം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നത് അതുകൊണ്ടാണ്. ഇവര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഭീഷണിയായി മാറിയിട്ടുണ്ട് എന്നത് നമുക്ക് ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പിന്നെ ബൈക്കിലെത്തിയ കുറച്ച് അക്രമികൾ പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് നേരെ തുരുതുരെ വെടിവെക്കുന്നു. പിന്നെ കാണുന്നത് അവിടെയായിട്ട് പൊട്ടാസ് പൊട്ടുന്നത് പോലെ മനുഷ്യന്മാരുടെ ചിതറിത്തെറിച്ച ശവശരീരം. മനുഷ്യന്മാർക്കെതിരെ ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തോടെ, ഒരു കൊതുകിനെ അടിച്ചു കൊല്ലുന്ന ലാഘവത്തോടു കൂടിയാണ് ഇവര് മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്നത്. നൈജീരിയയെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഓണ്ടോയിലെ സെന്റ് ഫ്രാൻസിസ് കത്തോലിക്ക പള്ളിയിലാണ് ഒറ്റ സ്ഫോടനത്തിൽ 100 കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു, അതും ഞായറാഴ്ച. ഈ 100 മനുഷ്യന്മാരെ കൊല്ലുമ്പോൾ ഇവർക്ക് കിട്ടുന്ന സുഖം എന്താണ്? അതെ, അത് തന്നെയാണ് ഇവിടെ നമ്മുടെ വിഷയം. അതായത് ക്രൈസ്തവർ, ബഹുദൈവാരാധകർ അവരെ ഇല്ലാതാക്കണം. നൈജീരിയയില് കറുത്ത മനുഷ്യന്മാരല്ലേ, തൊലി കറുത്തവർക്ക് വേണ്ടി ആരാ കരയുന്നത്? ഇപ്പോ ക്രിസ്ത്യാനികളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ട്രംപ് അങ്ങോട്ട് പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടല്ലോ. ഒന്നും സംഭവിക്കാൻ പോകും. വിയറ്റ്നാമിലും അഫ്ഗാനിലും ഒക്കെ പോയിട്ട് നാണം കെട്ടു മടങ്ങി വന്ന് നമ്മൾ കണ്ടതാ. വിശാലമായിട്ടുള്ള പ്രദേശത്തെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലെ കാടുകളിലെ ചെറിയ ഗ്രൂപ്പുകൾ, അതും കിലോമീറ്ററുകൾ തമ്മിൽ അകലമുള്ള ഗ്രൂപ്പുകളെ ട്രംപിന് എന്ത് ചെയ്യാൻ കഴിയും? ബോംബിടുവോ? 46% ക്രിസ്ത്യാനികൾ. നോക്കണം, 53% വരുന്ന മുസ്ലിങ്ങളാണ് ഇവരെ ഇത്രയും പീഡിപ്പിക്കുന്നതും കൊന്നു കൊലവിളിക്കുന്നതും സ്ഫോടനങ്ങൾ നടത്തുന്നതും. എന്നിട്ട് 46% വരുന്ന ക്രിസ്ത്യാനികൾക്ക് ഇവരെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞങ്ങളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത്, ഞങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാനാ പഠിപ്പിച്ചത്. ഞങ്ങൾ മറുകരണം കാണിച്ചു കൊടുക്കുന്ന തിരക്കില. ഒന്നിലല്ലേ കിട്ടിയിട്ടുള്ളൂ, മറുകരണവും കൂടി കാണിച്ചു കൊടുത്തിട്ട് വാങ്ങിച്ച് പിടിച്ചോ? 1800 കൊല്ലം ക്രിസ്ത്യാനികൾ ഉപയോഗിച്ച വാള് താഴെ വെച്ചതുകൊണ്ട് അവര് വാൾ എടുത്തിട്ടേ ഉള്ളൂ എന്നൊരാശയമാണ് നമുക്ക് നൽകുന്നത്. പ്രതിരോധിക്കണമെന്നും ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണെന്നും ഇനി ഒരു തിരിച്ചുപോക്കിനുള്ള സമയം നമുക്കില്ലെന്നും ഇവർ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരാൾ പോലും ഇവരിൽ ബാക്കിയുണ്ടാകത്തില്ല. അവിടെ മാത്രമല്ല, ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലും യൂറോപ്പില് ഇംഗ്ലണ്ടിലും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. ഒരു പക്ഷേ ഒരു 15-20 കൊല്ലം കൊണ്ട് ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത രൂപത്തിൽ അവർ നാമാവശേഷമാണ്. ബുദ്ധൻ ഇന്ത്യയെ അഹിംസ കൊണ്ട് ഇസ്ലാമിന് അടിമയായി ഇട്ടുകൊടുത്തതുപോലെ ക്രിസ്ത്യാനികൾ അവരെ വിശ്വസിക്കുന്ന ആളുകളെ സ്നേഹത്തിനു മുന്നിൽ മുസ്ലിങ്ങൾക്ക് വേട്ടയാടാൻ ഇട്ടുകൊടുത്തു. നൈജീരിയയിൽ മാത്രം 1 ലക്ഷം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു.
അടുത്ത കാലത്ത് മാത്രം നടന്ന ഏകദേശം വരുന്ന ഒരു കണക്ക് മാത്രമാണ്. എല്ലാ ദിവസവും കൂട്ടക്കൊലകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അയൽക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെ സായുധ സംഘങ്ങളെ ക്ഷണിച്ചു വരുത്തി അയൽക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കൊല്ലിക്കുന്നു. ഇതിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കാശ്മീർ ഫയൽസ് ഒന്ന് കണ്ടാൽ മതി. അയൽക്കാരായിട്ടുള്ള അമുസ്ലിങ്ങൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കൂട്ടത്തോടുകൂടി അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. എന്നിട്ട് ക്രിസ്ത്യാനിയുടെ കൊണ്ടുപോകാവുന്ന ഇളക്കമുള്ള സ്വത്തുക്കൾ മുഴുവനും അയൽക്കാരന് സ്വന്തം. നൂറുകണക്കിന് പള്ളികൾ ഇവർ ചുട്ടെരിച്ചു. എല്ലാത്തിനും സാക്ഷിയായി ചുമരിലെ ആണിയിൽ യേശുവിന്റെ ചിത്രമുണ്ട് എന്ന് സമാധാനിച്ച് ക്രിസ്ത്യാനികൾ ഒരു മൂലയ്ക്ക് പോയിരുന്നു. ബൊക്കോ ഹറാമിനെ കുറിച്ച് പറയാൻ, അവരെ എതിർക്കാൻ നിങ്ങൾക്ക് ഭയമാണോ? ആ വേട്ടക്കാരുടെ ഇസ്ലാമാണ് അതിന്റെ കാരണമെന്ന് പറയാൻ നിങ്ങൾക്ക് ഭയമാണോ? അതുപോലെയുള്ള എത്ര ഗോത്ര വിഭാഗങ്ങളാണ് 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബഹുദൈവ വിശ്വാസികളെ ഇല്ലാതാക്കിയത്. അവരിപ്പോഴും ഒരുപാട് സംഘങ്ങളായി, സംഘടനകളായി, ഒറ്റയായും കൂട്ടമായും കാഫിറുകളായിട്ടുള്ള ഇരകളെ തേടി നടക്കുക. അത് ഫർളും സുന്നത്തും ഒക്കെയാ. അള്ളാഹു 6-ാം നൂറ്റാണ്ടിൽ വിശ്വാസികളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി അവർ ഇറങ്ങി തിരിച്ചിരിക്കുക. കൂറിയ കിട്ടും. ഇസ്ലാമിന്റെ മുഖമുദ്രയാണ് സെക്സ്, ബലാത്സംഗം, കൊള്ള, കൊല. എതിരാളിയെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കണം, ഭയപ്പെടുത്തുന്ന ഒരു മതം. പണ്ട് സൗദിയില് മുഹമ്മദ് നബി ചെയ്തതും ഇത് തന്നെയാണ്. രായ്ക്ക് രാമാനം ഓരോ ഗ്രാമങ്ങളെ 4 പാട് നിന്നും വളർന്നു. എന്തിന്? പെണ്ണിനും പൊന്നിനും വേണ്ടി, അധികാരത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി. സ്വത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിലും നബിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. 2000 കൊല്ലമായിട്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. 1400 ഇവര് പറയുമെങ്കിലും ഇവരെ എതിർക്കാൻ ധൈര്യം നിങ്ങൾക്ക് തോന്നുന്നില്ല. നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ പ്രീതി പിടിച്ചുപറ്റി ഇരവാദം പറഞ്ഞ് ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ അവരുടെ മനുഷ്യത്വം ചൂഷണം ചെയ്ത് അവിടെയൊക്കെ പിടിച്ച് കയറി അള്ളിപ്പിടിച്ച് നിന്ന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി, ശേഷിക്കുന്നവരെ കൊല വിളിക്കാൻ വേണ്ടി വെല്ലുവിളിച്ച് ആ രാജ്യങ്ങളൊക്കെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമ്പോൾ അവിടത്തെ മനുഷ്യരുടെ നിലവിളി കേൾക്കാൻ സാധിക്കാത്ത ഏത് ദൈവത്തെയാണ് നിങ്ങൾ വിളിച്ച് ആരാധിക്കുന്നത്? ഒരു ദൈവവും ആകാശത്ത് നിന്ന് ഇറങ്ങി വരില്ല. ഒരു ദൈവവും എതിരാളിയോട് യുദ്ധം ചെയ്ത് നിങ്ങളെ വിജയിപ്പിക്കില്ല. ഒരു ദൈവത്തിനും നിങ്ങൾക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്യാൻ കഴിയില്ല, ഒരു ദോഷവും ചെയ്യാൻ കഴിയില്ല. ഇത് നിങ്ങൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നിങ്ങൾ കുഴി വെട്ടിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ നിലവിളിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ശവപ്പെട്ടികൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കണം. വേറെ വഴിയില്ലെന്നേ. ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞിട്ടും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇനി ഏതു ഭാഷയിൽ പറഞ്ഞാലാ നിങ്ങൾക്ക് മനസ്സിലാക്കുക? നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് മത തീവ്രവാദത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ, നമ്മൾ ജീവൻ പണയപ്പെടുത്തി നിർഭയത്വം നഷ്ടപ്പെട്ട് നിങ്ങളോട് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഇത് തുറന്നു പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ആര് വന്ന് പണഞ്ഞാലാ നിങ്ങൾക്ക് മനസ്സിലാക്കുക? നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ
ഒരു 10-15 കൊല്ലം താമസിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? അനിക്സ്പ്രേയുടെ പരസ്യം പോലെയായ കാഫറുകള്. ഭാരതം എന്ന ഒരു രാജ്യം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകുമെന്ന് മാത്രമല്ല, ഭൂപടത്തിൽ നിന്ന് പോലും അപ്രത്യക്ഷമാകും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പറ, എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? പോപ്പുലർ ഫ്രണ്ടും സിമിയും SDP-യും വോട്ട് ചെയ്ത് അവരെയൊക്കെ വിജയിപ്പിച്ച് കൊമ്പത്ത് കയറ്റിയിരുത്ത്. RSS എന്ന സംഘടനയില്ലായിരുന്നെങ്കിൽ ഇന്ന് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുമായിരുന്നു. ഇന്ന് അഫ്ഗാനിൽ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുമായിരുന്നു. ഇന്ന് ഇറാനിൽ സംഭവിക്കുന്നത് ഇവിടെ കാണാം. സുഡാനും നൈജീരിയയിലും ഒക്കെ നടക്കുന്ന പ്രാഥമികമായിട്ട് ഒന്ന് വിലയിരുത്തിയാൽ മതി. ഇന്ത്യയുടെ ഓരോ തെരുവോരങ്ങളിലും ഇവർ എന്തൊക്കെ ചെയ്തു കൂട്ടുമായിരുന്നു എന്ന് നോക്കിയാൽ മതി. വ്യാപകമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും ശരീഅത്ത് നിയമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കലും. ആർക്കാ സംശയം ഇതില്? ആരാ ഇവിടത്തെ ഇരകള്? ആരാ ഇവിടത്തെ വേട്ടക്കാര്? ഒരു പക്ഷേ ഒരിക്കൽ കൂടി സ്വതന്ത്ര ഭാരതത്തെ കോൺഗ്രസിന്റെ കൈവെള്ളയിൽ ഒന്ന് വെച്ചു കൊടുത്താൽ നമ്മൾ ഇന്ന് ഭയന്ന നൈജീരിയയും ഇറാനും ബംഗ്ലാദേശും സുഡാനും ഒക്കെ ഒരു സംശയവും വേണ്ട. കർണാടക നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന തെളിവാണ്. ഇന്ത്യയിൽ നമ്മൾ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിയോടാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളോടാണ്. അവരുടെ സഹിഷ്ണുത ഒരു പക്ഷേ ഇന്ന് ഹിന്ദുക്കൾക്കുള്ള ഭൂരിപക്ഷം ഒരു പക്ഷേ മുസ്ലിങ്ങൾക്ക് ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? ഹിന്ദുക്കളുടെ മതേതര ഭാവത്തോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. നമ്മുടെ സ്വപ്നമായിട്ടുള്ള മതേതരത്വം. മതം എന്ന വാക്ക് അവിടെ നിന്ന് മാറ്റി എന്ന് വിചാരിക്കുക. മതേതരത്വം എന്ന വാക്ക് ഇവിടെ നിന്ന് മാറ്റി എന്ന് വിചാരിക്കുക. എന്താവും ഇവിടെ നടക്കാൻ പോകുന്നത്? തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. സുഡാൻ, നൈജീരിയ അത് തന്നെ. നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കാനും മതേതരത്വം ഊട്ടി ഉറപ്പിക്കാനും എപ്പോഴും ഹിന്ദു ഭൂരിപക്ഷമായി തന്നെ നിൽക്കുമെന്നും നിങ്ങൾ ധരിക്കരുത്. നിങ്ങളോട് പറഞ്ഞു തരുന്ന ആളുകളുണ്ടല്ലോ, പറയണ്ട, മിണ്ടണ്ട. എന്താ കാരണം? മുസ്ലിങ്ങൾക്ക് ഇനി അത് മതി, നമ്മളെ തെറ്റിദ്ധരിക്കും. ജാമിത പറഞ്ഞോട്ടെ, ജാമിത പറയട്ടെ, അല്ലെങ്കിൽ ഇന്ന ആളുകൾ പറയട്ടെ, നമുക്കത് കേട്ടിരിക്കാം. പക്ഷേ അറിയുന്നവർക്കറിയാം, അനങ്ങാത്തവർ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്, സംസാരിക്കാത്തവർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്, പ്രതികരിക്കാൻ കുറച്ച് ആളുകളെങ്കിലും പഠിച്ചിട്ടുണ്ട്. 1.5 വർഷം ഡൽഹിയില് പാവപ്പെട്ട കർഷകരെ പറ്റിച്ചിട്ട് നടന്ന രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ആളുകൾ, രാജ്യത്ത് വിഘടനവാദം നടത്തി ഈ നാടിനെ വെട്ടിമുറിക്കാൻ ആഗ്രഹിച്ച സെക്യുലറിസ്റ്റുകളെ ഒന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. കാലത്തിന്റെ കണക്ക് പുസ്തകത്തില് പലിശയും മുതലും കൂട്ടുപലിശയും ചേർത്ത് കിട്ടും. 60 വർഷം കോൺഗ്രസ് കർഷകരോട് കാണിച്ച അനീതി, ഹിന്ദുക്കളോട് കാണിച്ച അനീതി, ക്രിസ്ത്യാനികളോട് കാണിച്ച അനീതി, മുസ്ലിങ്ങളോട് കാണിച്ച പ്രീണനം, കർഷകരെ മരണക്കയത്തിലേക്ക് തള്ളിവിട്ടു. മറ്റുള്ളവരെ അടിമബോധം ഉള്ളിൽ ഒതുക്കി ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ആഹാരം കിട്ടാതെ മരിച്ചു വീണ മനുഷ്യന്മാരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി ആര് സംസാരിക്കും? തൻ്റെ രക്തവും വിയർപ്പും പാടത്ത് പൊഴിച്ച് കൃഷി ചെയ്തതെല്ലാം നിസാര വിലയ്ക്ക് തട്ടിയെടുത്ത്
വലിയ വിലയ്ക്കു മാർക്കറ്റിൽ വിൽക്കുന്ന മൂന്നാം കിട ഏജൻസികൾക്ക് കൂച്ചുവിലങ്ങിടാൻ ആര് വരും? നീ ഉണ്ടാക്കുന്ന ഏതുൽപ്പന്നവും നിനക്ക് ഈ ഭാരതത്തിൽ മാന്യമായി വിൽക്കാമെന്ന കർഷക നിയമത്തെ സുപ്രീം കോടതി പോലും ഈയിടെ ശരിവച്ച പാർലമെന്റ് പാസാക്കിയ നിയമത്തെ കള്ളപ്രചാരണം നടത്തി കോവിഡ് സമയത്ത് സംഘർഷഭരിതമാക്കി ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചില സെക്യുലറിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന നാറികളെ നമ്മൾ തിരിച്ചറിയണം. തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ പ്രതികരിക്കേണ്ടുന്ന സമയത്ത് കൃത്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ആജീവനാന്തകാലം പ്രതികരിച്ചിട്ടും കാര്യമില്ലാതായി പോകുന്ന പിന്നീട് പ്രതികരിച്ചിട്ട് എന്താ കാര്യം? ഇവര് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം ഭരിച്ചു. നൂപുർ ശർമ്മയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 57 രാജ്യങ്ങൾ ആ ഒരു വനിതയെ കണ്ട് ഭയന്നു. എന്നെ കോടതിയിലേക്ക് എങ്ങാണം വലിച്ചിഴച്ചാൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കോടതിയിൽ ഞാൻ കൊടുക്കുന്ന മൊഴിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സകല കിതാബുകളും നിങ്ങളെ കൊണ്ട് ഞാൻ തുറപ്പിക്കും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാ. എന്നെ നിങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുവരൂ. നിങ്ങളുടെ മതത്തെ നിന്ദിക്കുന്നു, നിങ്ങളുടെ മതത്തെ വികാരം വ്രണപ്പെടുത്തുന്നു, മതവികാരം. അതുകൊണ്ട് എന്നെ നിങ്ങൾ കോടതിയിലേക്ക് നിങ്ങളെ കൊണ്ട് ഞാൻ അടച്ചു വച്ച മുഴുവൻ പുസ്തകങ്ങളും തുറപ്പിക്കും. എനിക്കൊരു വക്കീലിന്റെ പോലും ആവശ്യമില്ല. ഇവിടെ പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരില്, സ്വർഗത്തിലെ പ്രവാചകന്റെ യാത്രയെ കുറിച്ച് പറഞ്ഞതിന്റെ പേരില്, ഭൂമി പരന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലും, വളർത്തുമകന്റെ കുളിസീന് കണ്ടിട്ട് അവളെ കെട്ടി ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ഇതൊക്കെ നിന്നെ കൊണ്ട് ഞാൻ കോടതിയിൽ എടുക്കുമെന്ന് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ഒരു പെണ്ണു പറഞ്ഞതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? നൂപുർ ശർമ്മയ്ക്കെതിരെ ഒരു ചുക്കും സംഭവിക്കുന്നില്ല. സംഘപരിവാരങ്ങളുടെ വർഗീയതയ്ക്കെതിരെ പ്രകടനം നടത്തണം, പ്രതിഷേധം നടത്തണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇവർ. മുഖ്യമന്ത്രി പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് വന്ന സമയത്ത് ഒരു വിഭാഗത്തെ വേദനിപ്പിക്കുന്നു എന്നവർക്ക് തോന്നരുത് എന്നാ പറഞ്ഞു അല്ലേ? ഇങ്ങനെ എത്ര നാള് അധികമൊന്നും ഇത് പോകത്തില്ല എന്ന് അവർക്കും അറിയാം. എന്തെന്നറിയാമോ? ഒരുപാട് കാലം കാപഠ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാപഠ്യത്തിന് ഒരുപാട് ആയുസ്സും ഉണ്ടാകത്തില്ല. നരേന്ദ്രമോദി മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടല്ല അധികാരത്തിൽ കയറിയത്. അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തനിക്ക് ചെയ്യാൻ സാധ്യമായതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത് ഒരു ഭരണാധികാരി? പറഞ്ഞത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കി കാണിച്ചു. അതാണ് അദ്ദേഹം ചെയ്തത്. താങ്ക് യു ജയ. ഇന്നലെ
കാസർഗോഡ് കണ്ടത് ഒരു സാമ്പിള് മാത്രമാണ്. ഒരു സാമ്പിള് മാത്രമാണ്. വെടിക്കെട്ട് വേറെ വരും. കാസർഗോഡ് ജുമുഅ നമസ്കാരത്തിന്റെ സമയത്ത് ആരാണിവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്? എല്ലാരെയും തൂക്കി. റഷീദ, നിന്റെ ഉമ്മ തള്ളച്ചിയല്ലേ? നീ തള്ളച്ചി ആകത്തില്ലേ? നീ എന്താ മുല തുടുത്ത സ്ത്രീകളെ നോക്കി വന്നതാ? അതോ കൊലപ്പിച്ച് നിൽക്കുന്ന കർഷകനെ നോക്കി ഇറങ്ങിയതാണോ നീ? ആരെ നോക്കി വന്നതാണ് എന്റെ ലൈവില്? നിന്റെ തന്ത ഇവിടെ തുണിയില്ലാതെ നിപ്പുണ്ടോ ഈ ലൈവ് കാണാന്? നിന്നെ ആരാടി ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ എന്റെ അഭിപ്രായം പറയാനിരിക്കുന്ന ആളാ. എന്റെ ലൈവിൽ വന്നിട്ട് അനാവശ്യം പറഞ്ഞാലോ അടിച്ച് ചേക്കിട്ട് ഞാൻ പൊളിക്കും. മര്യാദയ്ക്ക് മാനത്തിന് നിന്നാല് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചും കിട്ടത്തുള്ളൂ. ഇവര് ഈ കോൺഗ്രസിന്റെ കയ്യിൽ ഈ രാജ്യം ഇരുന്ന സമയത്ത് എല്ലാ ക്ഷേത്രങ്ങള് ചർച്ചുകളൊക്കെ ഇവർക്ക് യഥേഷ്ടം പള്ളിയാക്കാന്. നിങ്ങൾക്ക് മസ്ജിദാണോ വേണ്ടത്? ആക്കിക്കോ. നിങ്ങൾക്ക് മദ്രസയാണോ ആക്കേണ്ടത്? ആക്കിക്കോ. ഇപ്പോ അതിന്റെ അവശിഷ്ടങ്ങൾ മുഴുവനും കുഴിച്ചെടുത്ത് ഈ കള്ളന്മാരെയും കാപാലിക കൂട്ടങ്ങളെയും കൊള്ളയടിക്കാരെയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. ഇപ്പോ മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലെ ഒരു മസ്ജിദിനകത്ത് കുഴിയെടുക്കുന്നതിനിടയിലാണ് ശ്രീരാമന്റെയും സീതയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത്. ജനങ്ങൾ ഇളകി. മുമ്പത്തെ പോലെ നിങ്ങളെ പേടിച്ച് അയ്യോ ഉമ്മാക്കി കാണിച്ച് പേടിച്ച് നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കണ്ട് ഭയന്ന് തല നീട്ടിക്കൊടുക്കൂ. മുഹമ്മദിയർ നിങ്ങളെ ഒന്ന് കൊന്നു കഴിഞ്ഞാൽ അവരുടെ കലി തീരുമെങ്കിൽ തീരട്ടെ എന്ന് പറയുന്ന ഗാന്ധിയുടെ രാജ്യമല്ല ഇത്. ഇത് നരേന്ദ്രമോദിയുടെ യുഗമാണ്. തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും നിങ്ങൾക്ക്. ജനങ്ങൾ ഇളകി. മസ്ജിദിന്റെ അകത്ത് എങ്ങനെയാണ് ഈ വിഗ്രഹങ്ങളൊക്കെ വരുന്നത് എന്നായി ചോദ്യം വലിയ രൂപത്തിൽ വിവാദമായി മാറി. നാടളകി. സാഗറിലെ പപ്പേട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ മസ്ജിദിനകത്താണ് കഴിഞ്ഞ ദിവസം വിഗ്രഹങ്ങൾ കണ്ടെത്തിയ വാർത്ത കാട്ടുതീ പോലെ പരക്കുന്നത്. അങ്ങനെ പുരാതനമായിട്ടുള്ള ഈ വിഗ്രഹങ്ങൾ കണ്ടതോടെ പ്രദേശവാസികളായിട്ടുള്ള നൂറുകണക്കിന് ഹിന്ദു വിശ്വാസികൾ സ്ഥലത്തെത്തി. അവർ പ്രതികരിക്കാൻ പഠിച്ചു. ഇനി നിങ്ങളുടെയൊക്കെ ഒരു വേലത്തരങ്ങളും ഉഡായിപ്പുകളും ഇനിയും ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നടപ്പില്ല. നിങ്ങളൊരു കട കത്തിച്ച്, ഒരു വാഹനം അടിച്ച് തകർത്ത്, ഒരു വീടിന് തീയിട്ട്, ഒരു മനുഷ്യനെ പിടിച്ച് നിർദ്ദയം വകവരുത്തി മറ്റുള്ളവരെ പേടിപ്പിച്ച് അടക്കി നിർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, ഒരു മതമുണ്ടല്ലോ, ഇനി അത് വില പോകത്തില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ പ്രദേശത്ത് മുമ്പൊരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും പിന്നീട് ഇത് മുസ്ലിം സമൂഹം കൈവശപ്പെടുത്തിയതാണെന്നും സംസ്കൃത ബച്ചാവോ മഞ്ചിന്റെ നേതാവ് ആരോപിക്കുകയാണ്. ഇവിടെ വീണ്ടും ക്ഷേത്രം പണിയണം എന്നാണ് ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ ഉണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അന്വേഷിക്കട്ടെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ക്ഷേത്രം തന്നെയാകട്ടെ. മസ്ജിദാണെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളും തെളിവുകളും അവിടെ ഉണ്ടാകുമല്ലോ. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? വിഗ്രഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് ഹിന്ദു വിശ്വാസികൾ താൽക്കാലികമായി വേദി നിർമ്മിച്ച് പൂജകൾ നടത്തി. ഒരു കാരണവശാലും വിഗ്രഹങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടായി. ഹിന്ദു വിശ്വാസികൾ പൂജകൾ നടത്തുന്നതിനെ മുസ്ലിം സാമുദായിക നേതാക്കളും ഇസ്ലാമിസ്റ്റുകളും ശക്തമായി എതിർത്തു. സ്ഥിതിഗതികൾ വഷളായി.
രണ്ട് വിഭാഗങ്ങളും തമ്മിൽ സംഘർഷത്തിന് കാരണമായി മാറി. പ്രദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസും ഭരണകൂടവും ഉടൻ തന്നെ ഇടപെട്ടു. കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി ഗ്രാമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. അതെ, മറ്റുള്ളവരുടേത് കട്ടെടുത്തും തട്ടിയെടുത്തും പേടിപ്പിച്ച് പിടിച്ചു വാങ്ങിയുമൊക്കെ ഒരുപാട് കാലമൊന്നും നിങ്ങൾക്ക് അങ്ങനെ വെച്ച് പൊളച്ചനുഭവിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാനിറങ്ങിയാൽ അത് തന്നെയാ സംഭവിക്കുക. ഇവർക്ക് ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം. മുസ്ലിങ്ങൾ മാത്രം മതി ഇവിടെ. അങ്ങനെ മുസ്ലിങ്ങളുടേതു മാത്രമായി രാജ്യമുണ്ടാക്കേണ്ടതിനു വേണ്ടി ഇവർ ഇറങ്ങിത്തിരിക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അധികാര പദവികളിൽ നിന്നും ഒഴിച്ചു നിർത്തുന്നു അത്രേ. പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ മൗലാന അർഷദ് മദനി കാക്ക? മൗലാന അർഷദ് മദനി പറയാണ്, മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ലാതായി. അല്ല, നിങ്ങൾ മുമ്പ് ഭാഗം വാങ്ങി പോയതല്ലേ? എന്തേ അവിടെ നിങ്ങൾക്ക് ഇപ്പൊ പറ്റുന്നില്ലേ? ഏത് അധികാര പദവിയാണ് ഇവർക്ക് വേണ്ടത്? പ്രധാനമന്ത്രി പദമോ? ഉള്ളിലിരിപ്പ് കണ്ടോ പുറത്തു വരുന്നത്? ക്രമേണ ക്രമേണ കണ്ടോ പുറത്തു വരുന്നത്? ഇസ്ലാമിന്റെ മോചനം ഇന്ത്യയിലൂടെ എന്ന മുദ്രാവാക്യവുമായി ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത സ്ത്രീകളെ പർദ്ദയും മക്കനയും ഇട്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിപ്പിച്ചിറങ്ങി തിരിച്ചിട്ടുണ്ടവർ. നിങ്ങളുടെ വോട്ട് തെണ്ടാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അവർ വരും. വീടുകളിൽ കുറച്ച് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ കരുതി വെച്ച് ചുമ്മാ. ചിലപ്പോൾ നാളെ എങ്ങാനും വില കൂടിയാലോ, അത് കിട്ടാനില്ലാത്തൊരു സ്ഥിതിഗതികൾ വന്നാലോ? ഞാൻ യുക്തിവാദിയായതുകൊണ്ട് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാ പറയുന്നത്, ഒന്ന് കരുതിയിരുന്നോളാം. നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇപ്പോ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞു പോയിട്ട് ഇവിടെ മുസ്ലിങ്ങളെ പ്രധാനമന്ത്രിമാരാക്കുന്നില്ല അത്ര. ജോണിയുടെ മാമാടെ മോനാണോ MM അക്ബർ? ആണോ? MM അക്ബർ നിന്നോട് പറഞ്ഞോ ഡിബേറ്റിന് ആളെ കണ്ടുപിടിക്കാൻ? ഇറങ്ങിപ്പോടാ. ഒരു 5ന്റെ വിവരമില്ലാതെ ഓരോന്ന് ഇറങ്ങിത്തിരിക്കും. അവരുമായിട്ട് ഡിബേറ്റിനുണ്ടോ, ഇവരുമായിട്ട് ഡിബേറ്റിനുണ്ടോ? അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. നീ ഉണ്ടോ ഡിബേറ്റിന്? നീ നിന്റെ കാര്യം പറഞ്ഞാ മതി. മറ്റുള്ളവരുണ്ടോ ഇല്ലേ എന്നൊക്കെ അവരാരെങ്കിലും നിന്നോട് പറഞ്ഞോ? ഞാൻ നിന്നോട് പറഞ്ഞോ ഇന്നാളെ വിളിച്ചുകൊണ്ട് വന്ന്? ഓരോന്ന് വന്നിട്ട് അവരോട് ഡിബേറ്റിനുണ്ടോ, ഇവരോട് ഡിബേറ്റിനുണ്ടോ? അവരത് അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മൾ നമ്മുടെ കാര്യം പറയാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവുമെങ്കിലും ഒന്ന് കാണിക്കും കേട്ടോ. അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മൗലാന അർഷദ് മൗലവിക്കൊരു വിഷമം കാര്യമാണേ. ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണ്ടേ ഈ സ്വതന്ത്ര ഭാരതത്തെ നാളെ? അതുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ അധികാര പദവികളിൽ ഇരുത്തണം. മൗലാനയുടെ ഓർഡറാണ്. ഓർഡറാണ്. ഉടനെ സാധ്വി പ്രാച്ചി എന്ന് പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു
ഇന്ത്യൻ പൗരൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ 55, 56 മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഹിന്ദു പ്രധാനമന്ത്രിമാരുണ്ടോ? ചോദ്യമാണ്. ചോദ്യത്തിന് വേണ്ടത് മറു ചോദ്യമല്ല, ഉത്തരമാണ്. ഇവിടെ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു, ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ റൈറ്റ്സ് ഉണ്ടോ? പിൻവാതിലിലൂടെ ഒരു മൂത്രപ്പര ഉണ്ടാക്കി വെക്കുന്നതല്ലാതെ. ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ, ഏതെങ്കിലും മാനേജ്മെന്റ് എയ്ഡഡ് മുസ്ലിം സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ അവരുടെ ആരാധനകൾ ഫോളോ ചെയ്യാനുള്ള മുറിയോ സൗകര്യങ്ങളോ നിങ്ങൾ കൊടുക്കുമോ? അതെന്താ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു കൊമ്പും തുമ്പിക്കൈയും ഒക്കെ കിടന്ന് ആടുന്നത്? ഞങ്ങൾക്ക് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് വേണം. അപ്പൊ സ്കൂളിലെ യൂണിഫോം ഞങ്ങൾക്ക് പറ്റില്ല. ഇവരെ പ്രശ്നക്കാരാ, പെട്ടെന്നൊരു ഹിജാബ് ഇട്ടിട്ട് മോള് വന്നോ എന്നല്ല പറഞ്ഞത്. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ സിസ്റ്റർ എഴുന്നേറ്റു നിന്നു, മാധ്യമങ്ങളെ വിളിച്ചു. എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഞാൻ ആ പേരൻസിനോടും ഞങ്ങളെ പേടിപ്പിക്കാൻ ഉമ്മാക്കിയുമായി വന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരരോടും പച്ച മലയാളത്തിൽ വെടിപ്പായി പറഞ്ഞു വെച്ചതാ, ഈ സ്കൂളിന് ഒരു നിയമമുണ്ട്, ഈ സ്കൂളിന് ഒരു യൂണിഫോമിറ്റി ഉണ്ട്, ഈ സ്കൂളിന്റെ റൂൾസും റെഗുലേഷൻസും ഈ സ്ഥാപനത്തിലെ അധികാരികളും വിദ്യാർത്ഥികളും ഈ വിദ്യാർത്ഥികളുടെ പേരൻസും പാലിക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ വിട്ടോ വണ്ടി, TC അവിടെ കിട്ടും, വാങ്ങിച്ചോ. ഹിജാബ് ഗേറ്റിന്റെ അകത്തേക്ക് പറ്റില്ല മക്കളെ. ബസ്സിൽ ഒക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഹിജാബ് ഇട്ട ആളുകളുടെ സഞ്ചി പരിശോധിച്ചിട്ടാ കയറ്റുന്നത്, പേടിച്ചിട്ടേ. ഇനിയും ജുവലറിയിൽ കയറ്റുമോ? സൂപ്പർ മാർക്കറ്റില് 10,000 രൂപയുടെ സാധനങ്ങളാണ് ഒരു താത്ത മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിന്റെ ഒരു സൈഡ് ഇങ്ങനെ കത്തിക്കൊണ്ട് കാണും. താത്ത എവിടെയൊക്കെ ഒളിപ്പിക്കാമോ അവിടെ ഒക്കെ സാധനങ്ങളൊക്കെ വാരി, വില കൂടിയ സാധനങ്ങളൊക്കെ അങ്ങ് ഒളിപ്പിച്ചു. CC ക്യാമറയുള്ള കാര്യം താത്ത അറിഞ്ഞില്ല. പിടിച്ചു നിർത്തി, തുണിയൂര് താത്ത, വേണ്ട, വെച്ചിരിക്കുന്ന സ്ഥലം എനിക്കറിയാം, ഞാൻ എടുത്തു. ജുവലറിയിൽ പോയി സ്വർണം എടുത്തിട്ട് അടിച്ചു മാറ്റി കടക്കാൻ പോയ താത്തായെ അവിടെ പിടിച്ചു നിർത്തി, വച്ചിട്ട് പോയിക്കോ താത്ത, പണം ഉണ്ടെങ്കിൽ കൊടുത്തു വാങ്ങിച്ചോ. ഇങ്ങനെയും നാണം കെട്ട, നേരും നെറിയുമില്ലാത്ത, കള്ളവും കാപട്യവും കൊള്ളയും കൈമുതലാക്കി എടുത്തിരിക്കുന്ന ഈ വിഭാഗം എവിടെ പോയാലും ശരി, നടുക്കടലിൽ പോയാലും നായ നക്കിയേ കുടിക്കൂ എന്നതുപോലെ ഇവരത് പ്രാവർത്തികമാക്കും. ഇവർക്ക് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും നെഞ്ചത്ത് കയറി പൊങ്കാല ഇടാനേ പറ്റത്തുള്ളൂ, അല്ലെ? മാടായിപ്പാറയിലെ ക്ഷേത്രമുറ്റത്ത് ചെന്നിട്ട് പലസ്തീൻ ഐക്യദാർഢ്യവുമായി കുറെ ആളുകൾ ഇറങ്ങി തിരിച്ചു, നിങ്ങൾ കണ്ടിരുന്നു. ഇവർക്ക് വേറെ എങ്ങുമില്ലേ സ്ഥലം? ഹമാസിന് ഐക്യദാർഢ്യം വിളിക്കാൻ, ഗാസയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി മൂത്രക്കണ്ണീരൊലിപ്പിക്കാൻ. അതെന്തിനാ ക്ഷേത്രമുറ്റത്ത് തന്നെ വരുന്നത്? വൈറലാകാനോ? അവരുടെ മതവികാരം വ്രണപ്പെടുത്താനോ? അവരെ പ്രകോപിതരാക്കി സിംഹത്തിന്റെ മടയിൽ ചെന്നിട്ട് അവിടെ ഒരു പ്രക്ഷോഭമുണ്ടാക്കി അവരെ ഇളക്കി പുറത്തു കൊണ്ടുവന്നാലേ ഇവര് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എടുത്ത് 6-ാം നൂറ്റാണ്ടിലെ യുദ്ധ പരമ്പരകൾ അരങ്ങേറാൻ പറ്റൂ ഇവർക്ക്. 21-ൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തേച്ചു മിനുക്കാൻ മടിയില്ല. അതെ, ഞങ്ങളുടെ വാളും പരിചകളും ഒന്നും തുരുമ്പ് പിടിച്ചിട്ടില്ല. ഇനി തുരുമ്പ് പിടിച്ചെങ്കിൽ തന്നെ ഒന്ന് തേച്ചു മിനുക്കി എടുത്താൽ മതി.
നിന്റെ ഒക്കെ പിരടിക്കു നേരെ ഓങ്ങാൻ. രാത്രി സമയത്തു പട്ടിയെ വെട്ടിയും പകൽ സമയത്തു മനുഷ്യന്റെ കഴുത്തറുക്കാനും 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ അത് ചെയ്യുമെന്ന് വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്ത വിഭാഗത്തെ നമ്മൾ കണ്ടില്ലേ? അവരെ ഇനിയും അധികാരത്തിലിരുത്തണമെന്നാണ് അർഷാദ് മദനിയുടെ ആവശ്യം. മൗലാന അർഷദ് മദനിയോട് മറു ചോദ്യം ചോദിക്കുന്നു. ഏത് ഇസ്ലാമിക രാജ്യത്താണ് ഹിന്ദുക്കളെ മനുഷ്യരായിട്ട് അംഗീകരിച്ചവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നത്? ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടുന്ന പരിഗണനകൾ ലഭിച്ചിട്ടുള്ളത്? അത് കഴിഞ്ഞിട്ടല്ലേ മറ്റു രാജ്യം നോക്കുന്നത്. ശരീഅത്ത് നിയമത്തിന് വേണ്ടിയിട്ട് ഇവർ കിടന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുവായപ്പോഴും ന്യൂയോർക്കിലെ മുസ്ലിമായിട്ടുള്ള സൊഹറാൻ മംദാനിയെ മേയറാക്കി. പക്ഷെ നോക്കൂ, അൽഫല യൂണിവേഴ്സിറ്റിയിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ മുസ്ലിങ്ങളെ തല പൊക്കാൻ പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. ഈയിടെ നടത്തിയ ഒരു പ്രസ്താവനയിൽ മൗലാന അർഷദ് മദനി പറഞ്ഞതാണ്, അൽഫല യൂണിവേഴ്സിറ്റിയില് ഈ രാജ്യം മുഴുവനും പൊട്ടിത്തെറിപ്പിക്കുന്നതിനു വേണ്ടി 3200 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയ റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷം ഉൽപ്പാദിപ്പിച്ച ഈ ഭീകര ജന്തുക്കളെ ആദരിക്കണമായിരുന്നു എന്ന് അർഷാദ് മദനി പറയുന്നത്. വീട്ടിൽ കൊണ്ടുപോയിട്ട് പെങ്ങൾക്ക് മക്കളുണ്ടെങ്കിലോ നിനക്ക് മക്കളുണ്ടെങ്കിലോ കെട്ടിച്ചു വിടറാ അല്ലേ? ഇനിയും ഈ 56 മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഹിന്ദു മുഖ്യമന്ത്രിയുണ്ട്? ഹിന്ദുക്കൾക്ക് ഒരു വൈസ് ചാൻസലർ എങ്കിലും ഉണ്ട്? എവിടെയാണ് ഹിന്ദുക്കൾക്ക് ഇവർ അംഗീകാരം കൊടുത്തിരിക്കുന്നത്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് അധികാരമാർക്ക മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. മറ്റാരെയെങ്കിലും ഇവരൊന്ന് അനങ്ങാൻ വിടുമോ? അവിടെ എന്ത് മനസ്സിലായി? അവരുണർന്നു. ഇനിയും നിന്റെയൊന്നും ഒരു ഉഡായിപ്പും പേടിപ്പിക്കലുകളും ഭീഷണിപ്പെടുത്തലുകളും ഒന്നും ഇനി ഇവിടത്തെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒന്നും വേണ്ട. അവര് നിങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കുന്നു, ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. ഇസ്രായേലില് ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു. എന്തുകൊണ്ടാ? അദ്ദേഹം കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട്. യുപിയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു, ഇരിക്കുന്ന കസേരയുടെ മഹത്വം തിരിച്ചറിയുന്നത് കൊണ്ട്. കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്ന് നമ്മൾ അറിയുന്നു. എന്തുകൊണ്ട്? മനസ്സിലായോ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നതുപോലെ ഞങ്ങൾ കുറച്ച് ഹിന്ദുക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ പറയുന്നത് തൊടാതെ വിഴുങ്ങാനല്ല, മറിച്ച് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ. നിങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് പഞ്ചപുച്ഛമടക്കി പോകാനല്ല, നിന്റെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന മറുപടികൾ നൽകാൻ ഇനി ഞങ്ങൾ ഉറങ്ങത്തില്ല, ഞങ്ങൾ ഉണർന്നു തന്നെ ഇരിക്കുവാണ് എന്ന് സാധ്വി പ്രാചി ഇന്ത്യ മഹാരാജ്യത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു? ഇവർ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോഴും ഇവർക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കും ഞങ്ങൾ അല്ലേ? മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നം. അതെ, ഇന്ന് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം 6-ാം നൂറ്റാണ്ടിലെ ഈ ഗോത്രീയതയാണ് എന്ന് ആളുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. കേട്ടോ? ഇനി നിങ്ങളുടെ ഉഡായിപ്പുകളൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടി ഇനി ഒരാളും മുഹമ്മദ് എന്ന് പറയാൻ, മുഹമ്മദിനെ വിമർശിക്കാൻ ധൈര്യപ്പെടരുത്. അങ്ങനെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടി. ഇപ്പൊ എന്താ സോഷ്യൽ മീഡിയയിൽ ഓടുന്നതെന്ന് അറിയോ? ഖദീജയുടെ അമ്മാവന്മാരെയൊക്കെ ഉണ്ടല്ലോ, കള്ളു കൊടുത്ത് പൂസാക്കിയിട്ട് മമ്മദണ്ണൻ ഖദീജയെ കിട്ടുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട്.
സോഷ്യൽ മീഡിയയിലൊന്നും നോക്കാം. മുഹമ്മദിന്റെ ഒരു കാരിക്കേച്ചർ ഈ ഷാർലി എബ്ദോയിൽ വന്നതിനാണ് ഇവര് ആ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ 18കാരൻ കൊന്നപ്പോ ആ 18കാരനെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിച്ച് ഇവരിങ്ങനെ മുറവിളികളൊക്കെ നടത്തിയത്. ഇപ്പോ മറ്റൊരെണ്ണം വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. സഫ്വാന്റെയും ആയിഷയുടെയും ഒരു ചിത്രീകരണം. എന്താ മനസ്സിലാകുന്നതെന്ന് അറിയാമോ? ഒരു പേടിയുമില്ല ആർക്കും. നിങ്ങൾ ചിലപ്പോൾ എന്നെ കൊല്ലുമായിരിക്കും ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ. ആ എന്നിലൂടെ തന്നെ കേരളത്തിൽ നിന്ന് നീയൊക്കെ മൂട്ടിലെ പൊടിയും തട്ടി പറക്കേണ്ടി വരും. ഇനി നിന്നെയൊന്നും ഇവിടെ വച്ചു വാഴിക്കില്ല എന്ന് ഇന്ത്യയിലെ മതേതരത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു യുദ്ധസന്ദർഭത്തില് സഫ്വാൻ എന്ന് പറയുന്ന സുന്ദരനായിട്ടുള്ള യുവാവ് വരുന്നു. ആ യുവാവ് ആയിഷയെ കൈപിടിച്ച് കുതിരപ്പുറത്ത് കയറ്റുന്നു, പോകുന്നു. ചിത്രീകരണം, രക്ഷയില്ലാത്ത ചിത്രീകരണം. മുഹമ്മദിന്റെ പേരെഴുതരുത്, മുഹമ്മദിന്റെ ചിത്രം വരയ്ക്കരുത്, മുഹമ്മദിനെ വിമർശിക്കരുത് എന്ന് പറഞ്ഞിടത്ത് നിന്ന്, ഇത് ഇന്ത്യയല്ലേ, ജനാധിപത്യ രാജ്യമല്ലേ ഇത്, എന്താ ഇവിടെ വിമർശിച്ചാല് നീയൊക്കെ തലയെടുക്കുമോ, എന്നാൽ എടുത്തിട്ട് പോടാ എന്ന് പറയുന്നതിലേക്ക് ഈ ഇന്ത്യൻ മണ്ണിൽ നിന്നും ഉശിരുള്ള ആളുകൾ ഉയർന്നു വരുന്നു. ഇപ്പോ സവാദ് പോലും ഇവർക്കെതിരെ തിരിഞ്ഞു. ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ മഴുവുമായി കണ്ണൂര് കടന്നു കളഞ്ഞ സവാദ് ഇപ്പോൾ SDPIക്കും PFIക്കും എതിരെ തിരിഞ്ഞു. ഇത് നിങ്ങൾക്ക് കാലം കാത്തുവെച്ചതാ, വാങ്ങിച്ചിട്ട് പൊയ്ക്കോ ചെലക്കാതെ എന്ന് പറയേണ്ടി വരും. അയാൾ പറഞ്ഞല്ലോ, എനിക്ക് ആരാ പണം തന്നത്, എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഇപ്പോൾ NIAയോടാ കോടതി പറഞ്ഞത് അതിന്റെ തുടരന്വേഷണം സംസ്ഥാന പോലീസിനെ ഏൽപ്പിക്കണ്ട, NIA തന്നെ അന്വേഷിക്കട്ടെ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിനെ അറിയാത്തവർ കേരളത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ജോസഫ് മാഷ് നിർമ്മിച്ച അല്ലെങ്കിൽ എഴുതിയ ഒരു ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പർ പ്രവാചക നിന്ദ നടത്തി അല്ലെങ്കിൽ മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദ്യമുണ്ടാക്കി. ആ ചോദ്യത്തിൽ മുഹമ്മദ് എന്നോ മറ്റോ ഒരു പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീകരവാദികൾ, കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾ ഈ തോമസ് മാഷിനെ ശിക്ഷ നടപ്പിലാക്കിയത്. അദ്ദേഹത്തിന്റെ കൈവെട്ടി മാറ്റുകയായിരുന്നു. കേവലം കൈവെട്ടി മാറ്റുക മാത്രമായിരുന്നില്ല, പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം മുഴുവൻ തകർത്ത് കളയുന്ന ഒരു ജോസഫ് മാഷ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏറെ വേദനകൾ അനുഭവിച്ച മനുഷ്യനാണ്. ഒരുപാട്. അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതച്ചു. സഭാ നേതൃത്വം പോലും അദ്ദേഹത്തെ കൈവിട്ടു. ജോലി പോയി, ഭാര്യ ജീവൻ പൊലിഞ്ഞു, അവര് സ്വയം ജീവൻ ഒടുക്കി. എന്തെല്ലാം അനുഭവിച്ചിരിക്കുന്നു ആ മനുഷ്യൻ. എന്നിട്ട് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയപ്പോൾ ഒരു ഉസ്താദ് വാനരനുണ്ടല്ലോ, നിങ്ങൾക്കറിയാമോ അയാളെ? ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അയാൾക്കെതിരെ, നോക്കട്ടെ, ഞാൻ എടുക്കട്ടെ. അയാള് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ് ജോസഫ് മാഷ് എഴുതിയ അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും തകർത്ത് കളഞ്ഞ ഈ ഇസ്ലാം മത തീവ്രവാദത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് വായിച്ചുകൊണ്ട് ചിരിക്കുന്ന ഒരു നരാധമന്റെ ചിത്രം നിങ്ങളൊന്ന് നോക്കാം. ഇവന്റെയൊക്കെ വീടുകളിൽ സംഭവിക്കണം. ഇവനൊക്കെയാണ് ഈ തീവ്രവാദത്തെ തലങ്ങും വിലങ്ങും വളർത്തിക്കൊണ്ടുവരുന്നത്. അവന്റെ ചിരി നോക്കിക്കേ, കണ്ടോ? അൻസാരി സുഹരി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഓളിയാ. ഇവന്റെ വീഡിയോസ് ഒന്നും ഞാൻ കാണാറില്ല, എനിക്കൊട്ടും ഇഷ്ടമുള്ള ക്യാരക്ടറും അല്ല ഇവൻ. കാരണം ഒരു മൗലവിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ രംഗപ്രവേശം ചെയ്യുന്നത്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ.
ഇവൻ എല്ലാവരെയും കളിയാക്കുക, പരിഹസിക്കുക. ഇവന്റെ മോന്ത കണ്ടോ? ഇവൻ എല്ലാത്തിനും തികഞ്ഞവനാണെന്നൊരു ധാരണയാണ്. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ ആ കൈ കൊണ്ട് തന്നെ ഇദ്ദേഹം ഇടത് കൈ കൊണ്ടുമൊക്കെ ആയിട്ട് ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് അറ്റുപോകാത്ത ഓർമ്മകൾ. ആ പുസ്തകം വായിച്ചിട്ട് ചിരിക്കുന്ന ഈ നരാധമനെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താ? ഇവനിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത്. ഇവനൊക്കെ തന്നെയാണോ സവാദിനെ കൊണ്ട് ഫണ്ട് കൊടുപ്പിച്ചത്, ചെയ്യിപ്പിച്ചത് എന്ന് ആർക്കറിയാം? ആ മനുഷ്യനോട് തീർത്താൽ തീരാത്ത വെറുപ്പാണ് ഇവർക്കുള്ളത്. മറ്റേ അബ്ദുൽ നാസർ മദനി എന്താ പറഞ്ഞത്? കയ്യും കാലും അല്ല വെട്ടേണ്ടത്, തലയായിരുന്നു. ആ പുസ്തകം വായിച്ചാൽ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും കരഞ്ഞു പോകാതിരിക്കാൻ പറ്റത്തില്ല. ഇവനെ ഒന്ന് നോക്കി വെച്ചോ. അൻസാരി സുഹരി, ആലപ്പുഴ പട്ടണത്തിലെ ഒരു ജുമാ മസ്ജിദിൽ ഇമാമായി ജോലി ചെയ്യുന്ന ഈ തീവ്രവാദിയെ നമ്മൾ തിരിച്ചറിയണം. മുമ്പിവനെ SDPIക്കാരുടെ വേദിയിൽ നമ്മൾ കണ്ടതാണ്. പഹൽഗാം ഭീകരാക്രമണവും ഡൽഹി ഭീകരാക്രമണങ്ങളിലുമൊക്കെ ഇവന്റെ പോസ്റ്റുകൾ സംസ്ഥാന പോലീസ് അന്വേഷിക്കില്ല, പരിശോധിക്കില്ല. പക്ഷേ അന്വേഷിക്കേണ്ടുന്ന സോഴ്സുകളിലേക്ക് നമ്മൾ അത് എത്തിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധന്മാരായിട്ടുള്ള മത തീവ്രവാദികൾക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വർഗീയ വിഷം വാരി വിതറാനുള്ള അനുമതി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇനിയും സമയം വൈകിയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാഹചര്യമാണ് കേരളത്തിലുണ്ടായി. അന്ന് നമ്മുടെ കേരളം ഈ ജിഹാദികളുടെ ഒപ്പമായിരുന്നു. ഈ ജിഹാദികൾ ആരാണ് എന്നറിയാൻ കഴിയാതെ നമ്മുടെ ഈ സാക്ഷര കേരളം അവരോടൊപ്പമായിരുന്നു. പക്ഷേ മെല്ലെ മെല്ലെ നമ്മുടെ കേരളവും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വലിയ കരങ്ങളുണ്ട്. ആ കരങ്ങളാണ് ജോസഫ് മാഷിന്റെ കരങ്ങളെ വെട്ടിമാറ്റിയത്. ജോസഫ് മാഷിനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അംഗഭംഗമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഭീകരവാദികൾ അദ്ദേഹത്തിന് മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ശിക്ഷ വിധിക്കുകയായിരുന്നു. ആ കേസിൽ, അതൊരു പക്ക തീവ്രവാദ കേസാണ്. ആ കേസിൽ ഈ അടുത്ത കാലത്താണ് 55 പ്രതികളോ മറ്റോ ഉണ്ടായിരുന്നു. അതിൽ 2 ഘട്ടങ്ങളിലായി 24 പേർ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ആ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സവാദിനെ അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. കേരള പോലീസിനൊന്നും ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. 14 വർഷം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും ഈ പറയുന്ന ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര ഏജൻസിയായ NIA ആണ്. NIA പോയിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വളരെ കൃത്യമായ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ നടന്നിരുന്നു. ആ കസ്റ്റോഡിയൽ ഇന്ററോഗേഷനിൽ കൃത്യമായ വിവരങ്ങൾ ഈ കേസിനെ കുറിച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ പ്രതിപട്ടികയിൽ ഉള്ളവരും ശിക്ഷിക്കപ്പെട്ടവരും മാത്രമല്ല, ഈ കേസിൽ ഈ അക്രമം നടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയ നിരവധി ആളുകൾ ഇനിയും പുറത്തുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ NIA നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് പുനരന്വേഷിക്കാനുള്ള ഒരു അപേക്ഷ NIA കോടതിയിൽ സമർപ്പിക്കുന്നു. ആ അപേക്ഷയ്ക്ക് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുകയുമാണ്. അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള സവാദ് പിടിയിലാകുന്നു. 14 വർഷം കേരളത്തിൽ തന്നെ ഒളിച്ചു താമസിക്കുന്നു. ഇയാൾക്ക് ഒളിച്ചു താമസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നു. ഇയാൾക്ക് കല്യാണം കഴിക്കാനുള്ള സൗകര്യം, 2 മക്കളെ ഉണ്ടാക്കാനുള്ള സൗകര്യം, വീട് വാങ്ങാൻ, സ്ഥലം വാങ്ങാൻ, പണിയെടുക്കാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ മാസപ്പടിയിൽ സുഖസുന്ദരമായി ജീവിക്കാനുള്ള സൗകര്യം എന്നു വേണ്ട, ഇവന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അനവധി, നിരവധിയാണ്. പറഞ്ഞു വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ അപകടകരമായിട്ടുള്ള പോക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചതാ. കഴിഞ്ഞ ദിവസത്തെ ലൈവില് ഞാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ചില സ്ഥാനാർത്ഥികളെ കാണിച്ചിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു? എല്ലാം അമുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും. എന്തിനാ? അവരുടെ സാമുദായിക വോട്ട് വന്ന് SDPIയുടെ പെട്ടിയിൽ വീഴണം. ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് ഇവരുടെ ഈ പ്രഹസനം ആരും തിരിച്ചറിയില്ലെന്നാണോ വിചാരിച്ചത്? ഇവരുടെ അരിയും മലരും കുന്തിരിക്കവും ഒന്നും ആരും മറന്നിട്ടില്ലല്ലോ. ഇന്ന് കേരളം ഉണർന്നു, അതൊരു സമാധാനം.
ഇവരുടെ അപകടകരമായിട്ടുള്ള ഇതുവരെ ഉണ്ടായിരുന്ന വെല്ലുവിളികളും ഭീഷണിപ്പെടുത്തുന്ന പ്രഭാഷണങ്ങളും മറ്റുള്ളവരുടെ തലയെടുക്കും എന്നുള്ള മുദ്രാവാക്യങ്ങളും ഇന്ന് ഈ കേരളം തിരിച്ചറിയുകയും അത് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ടുവന്ന് പബ്ലിക്കിനെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ന് ഈ കേരളത്തിന്റെ മതേതരത്വം ഉണർന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നമുക്കും അതും മാത്രം മതി. നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമസ്കാരം. സംഘടനകളുടെ പേരും അതിന്റെ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ചില സംഘടനകൾ കേരളത്തിൽ നമസ്കാരം. സംഘടനകളുടെ പേരും അതിന്റെ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ചില സംഘടനകൾ കേരളത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് പേരെങ്കിലും ഒട്ടും പോപ്പുലർ അല്ല. പോപ്പുലർ ആകുന്നത് ഭീകരവാദ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് മാത്രം. അതായത് ഇപ്പോൾ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഓമന പേരൊക്കെ ഇട്ടുകൊണ്ട് അവർ ചെയ്തത് എന്താണ് എന്ന് 2 കൊല്ലം മുമ്പ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അതായത് അന്യമതസ്ഥരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷം നഷ്ടപ്പെടുത്താനുള്ള ഭീകര പ്രവർത്തനങ്ങളും കൊലപാതകങ്ങളും നടത്തുക, ഈ അവലും മലരും ഒക്കെ വാങ്ങിവെച്ചോളൂ എന്ന ടൈപ്പിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ലഹളകൾ ഉണ്ടാക്കുക, അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തുക, ISIS പോലെയുള്ള ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തുക, ഈ രാജ്യത്ത് നിന്നും അവർക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുക, ഭീകരവാദ ഫണ്ടിങ്, ഭീകരവാദ റിക്രൂട്ട്മെന്റ് ഇതൊക്കെ നടത്തി എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതായത് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് SDPI. അതിന്റെ പേരും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അംശമൊന്നുമില്ല. പക്ഷെ പ്രവൃത്തിയിൽ അങ്ങനെയല്ല. അങ്ങേയറ്റത്തെ ഇസ്ലാമിക തീവ്രവാദമാണ് ഈ രാഷ്ട്രീയ പാർട്ടി നടത്തുന്നത്. മാത്രമല്ല ഇപ്പോൾ SDPIയുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ടതിനാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ ഒളിച്ചു താമസിപ്പിക്കുക, മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തീവ്രവാദ ഫണ്ടിങ്, ഈ ഇലക്ഷൻ ഫണ്ട് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക, ഇതൊക്കെയാണ് SDPIയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. SDPI കേരളത്തിൽ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വിവരങ്ങളും റിപ്പോർട്ടുകളും എല്ലാം നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും SDPIയുടെ കലാപ ആസൂത്രക സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. വേണ്ടി വന്നാൽ ബോംബ് പൊട്ടിക്കാനും വെട്ടിയും കുത്തിയും ഒക്കെ കൊലപ്പെടുത്താനും ഒക്കെ ആവതുള്ള സംഘങ്ങൾ ഇപ്പോൾ SDPIയുടെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് പകരമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയായി SDPI ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സംഘടന ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിരവധി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ പലയിടത്തും മത്സരിക്കുന്നുണ്ട്. അവർക്ക് പലയിടത്തു നിന്നും നല്ല വോട്ട് കിട്ടുന്നുണ്ട്. അവർ ചില സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയും ചെയ്യും. എന്നാൽ ഈ സ്ഥാനാർത്ഥി പട്ടിക, നിങ്ങൾ ഇപ്പോൾ ചിത്രങ്ങളിൽ കാണുന്ന ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് നോക്കുക. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരിടത്തും ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥി ഇല്ല. ഇവരെല്ലാം വനിതകളാണ്. ഇവരെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായ വനിതകളാണ്. എന്തിനു വേണ്ടി കാണുന്ന ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് നോക്കുക. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരിടത്തും ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥി ഇല്ല. ഇവരെല്ലാം വനിതകളാണ്. ഇവരെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായ വനിതകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ SDPI ഇത്തരത്തിൽ അമുസ്ലിങ്ങളായ ഹിന്ദുക്കളെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ, അതും വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്? നമുക്കറിയാം, ഈ പറയുന്ന പോലെയുള്ള ലവ് ജിഹാദ്, അതോടൊപ്പം തന്നെ നർക്കോട്ടിക് ജിഹാദ്, കഞ്ചാവ്, അതുപോലെ തന്നെ MDMA ഇതൊക്കെ പിടിക്കുന്ന അവസരങ്ങളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കാരിയറുകളാക്കുന്നത് ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു MDMA സംഘം അറസ്റ്റിലാകുമ്പോൾ 2-3 മുസ്ലിം നാമധാരികളായ പ്രതികൾ അതിലുണ്ടാകും. ഒരു ഹിന്ദു പെൺകുട്ടിയുടെ പേരും അതിനകത്ത് ഉണ്ടാകും എന്ന മോഡൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇത്തരം വനിതകളെ നിർത്തിയിരിക്കുന്നത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു മതേതര സ്വഭാവമുള്ള സംഘടനയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതിനുമപ്പുറം കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് ഭിന്നിപ്പിക്കുക എന്ന തന്ത്രവും ഇതിന് പിന്നിലുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ രാഷ്ട്രീയങ്ങൾ, ദേശീയ രാഷ്ട്രീയമോ സംസ്ഥാന രാഷ്ട്രീയമോ ഒന്നും തന്നെ അങ്ങനെ അത്ര കണ്ട് പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു പരിധിവരെ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ. കാരണം തലപ്പത്തിരിക്കുന്നവർ സ്വർണ്ണക്കൊള്ള നടത്തിയതിന് നമ്മുടെ നാട്ടിലെ എന്റെ സുഹൃത്തായ സുരേന്ദ്രൻ എന്ത് പിഴച്ചു എന്ന് എല്ലാവരും ചോദിക്കുന്ന സാഹചര്യമുണ്ട്. നേരിട്ട് അറിയാവുന്ന സ്ഥാനാർത്ഥികളാണ്. അവർ വ്യക്തിബന്ധത്തിന്റെ പേരിലൊക്കെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ PFI ആയാലും SDPI ആയാലും നിൽക്കുന്നത് എന്റെ സുഹൃത്താണ്, അതുകൊണ്ട് എനിക്ക് അവളോട് വോട്ട് ചെയ്തേ കഴിയും എന്ന രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇത്തരത്തിൽ വനിതാ സ്ഥാനാർത്ഥികളെ, ഹിന്ദു ക്രിസ്ത്യൻ വനിതാ സ്ഥാനാർത്ഥികളെ SDPI കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നിർത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനുമപ്പുറം SDPIക്ക് മറ്റൊരു ഗൂഢ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അതായത് SDPI ഏത് നിമിഷം വേണമെങ്കിലും
ഒരിക്കലും ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിരോധിക്കപ്പെടാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. SDPIക്ക് പിന്നാലെ കുറെ നാളുകളായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ഫണ്ടിങ് മൊത്തം കൈകാര്യം ചെയ്യുന്നത് SDPI ആണ് എന്ന് നേരത്തെ തന്നെ EDയും അതുപോലെ തന്നെ NIAയും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അവർ ആ കേസിന്മേൽ അന്വേഷണം തുടരുകയാണ്. അതിന്റെ തെളിവുകൾക്കായി അവർ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഏത് നിമിഷവും SDPI ഈ രാജ്യത്ത് നിരോധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു നിരോധനത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ മതവർഗീയ രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും ഞങ്ങൾ മറ്റു മതവിഭാഗങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ പോലും നിർത്തിയിട്ടുണ്ട് എന്നും ഒക്കെ കാണിക്കാനുള്ള രേഖകളാണ് അവർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും SDPIയുടെ പ്രവർത്തനം, പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ ലക്ഷ്യം എന്നത് BJP ആണ്. ഇപ്പൊ SDPIയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളാണ്. എന്തിനാണത്? അല്ല, SDPIക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ച് എങ്ങനെയാണ് നമ്മൾ SDPIയെ ഭരണത്തിൽ എത്തിക്കേണ്ടത് എന്ന് മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറക്കാനിടയില്ല, ഞാനും മറന്നിട്ടില്ല. എന്നാ പിന്നെ ഒന്നും കൂടി. 1980 ശേഷം ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ RSSും അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായി. സോ 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു. The Congress has turned out to be the B team of the BJP RSS. That is a fact. कितना परसेंट है अभी आजकल डोमिनेंट पार्टीज का? एक स्टेट में आप देखो, केरला dominant party CPM, vote share 32%. Their Muslim vote 26%. CPM vote is 32%. DMK vote share 28%. ठीक है, तेलुगु देशम vote share 32%. सब यही है, सेम लेवल. लालू प्रसाद यादव लास्ट टाइम vote share 26%. मुलायम सिंह जी और नीचे है 22%. मायावती आगे है. So this means ये है गोल्डन, और ये हमारा मौका है. This is a golden opportunity. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്? നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരിക. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി, അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം വേണം. தமிழ்நாடு बारे में बोला, தமிழ்நாடை பத்தி சொல்லிருக்கு நம்ம நண்பர்கள். என்ன சொல்லியிருக்காரு தெரியுமா? எங்க தோல்லேக்கு தான் DMK வந்திருக்கு. சரி, ஒரு சாதிக் பாசா பேர் தானே எனக்கு தெரியும். வேற ஒரு லீடர் யார் இருக்கு தமிழ்நாட்டில்? ஒரே ஒரு யார்? சாதிக் பாசா. DMK வேற லீடர்ஸ் இல்லையே. லீடர் இருக்கலாமே. There is no leader of any caliber there. So that means, what I am trying to tell you is that the Popular Front should try to build up more leaders. For that, these sort of seminars are very much required. Discussion should be there. Fraternity should be built up. അപ്പൊ ഇദ്ദേഹത്തെ അധികാരത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്തെങ്കിലും ഇനിയിപ്പൊ പ്രചാരണത്തിന് വല്ലതും കക്ഷി ഇറങ്ങുമോന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ കണ്ടാലും വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകള് അധികാരത്തിൽ കയറണം കേട്ടോ. എന്നാലാണ് പോപ്പുലർ ഫ്രണ്ടിന് കുറച്ചുകൂടിയൊക്കെ ഒരു ഗ്രിപ്പ് കിട്ടുക. പോപ്പുലർ ഫ്രണ്ടിന് അധികാരത്തിൽ കയറാൻ പറ്റണ്ടേ? അതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളൊന്നും പറയാത്ത, പ്രചരിപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു പ്രചാരണം നമ്മുടെ ഫസൽ ഗഫൂർ പോപ്പുലർ ഫ്രണ്ടിന് കൊടുക്കാൻ ശ്രമിച്ചാൽ വെറുതെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശരി, ഈ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിനോ ആണ് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ എല്ലാ പ്രാദേശിക പാർട്ടികളും, നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമാകും. പ്രാദേശിക പാർട്ടികൾ ഒരൊറ്റ പാർട്ടിയോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. റൈറ്റ്? അതാണ് പോപ്പുലർ ഫ്രണ്ട്. കാരണം പോപ്പുലർ ഫ്രണ്ട് ആണ് ഒരുപാട് ഫ്രട്ടേണിറ്റി, ഒരുപാട് ടീമുകളായിട്ടാണ് അവർ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹിറ്റ് സ്ക്വാഡുകളുണ്ട്, ഹിറ്റ് ലിസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്.
അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിൽക്കണം എന്നാണ് നമ്മുടെ ഫസൽ ഗഫൂറിന്റെ ആവശ്യം. ഇനി ഫസൽ ഗഫൂറിന്റെ ആവശ്യം കേരളം അംഗീകരിച്ചു കൊടുത്തു എന്നിരിക്കട്ടെ, സംഭവിക്കാൻ പോകുന്നത് പിന്നീട് റാഷിദ് അബ്ദുള്ളമാരുടെ ലോകമാണ്. കണ്ണൂരിൽ നിന്ന് ഒരു കാസർഗോഡുകാരൻ ഐസിസിലേക്ക് പോയി പൊട്ടിത്തെറിച്ചിരുന്നു. അവൻ സിറിയയിലെ ഐസിസ് ക്യാമ്പിൽ നിന്ന് കേരളത്തിലെ യുവാക്കളെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ചില വോയിസുകൾ ഇട്ട് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരുന്നു. ഒരു വോയിസ് ഒന്ന് കേൾക്കലാമോ? അവരെ കൊല്ലുക, അവരെ തീർക്കുക, അവരില്ലാതാക്കുക. അള്ളാ അല്ലാത്തവരെ ആരാധിക്കുന്നു. അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാത്രം മുകളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസം ആവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ തീർക്കുക. അല്ലെങ്കിൽ ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക, എന്നിട്ട് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിന് അധികാരം കൊടുത്താൽ ഇതായിരിക്കും പിന്നീട് ഈ കേരളം കാണാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ്. ആ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം കുഫാറുകളെ വകവരുത്തണം. ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കേണ്ടുന്ന രീതികളെ കുറിച്ചിട്ടാണ് കാക്ക നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് കേൾക്കാതെ പോകരുത്. അവരെ കൊല്ലുക, അവരെ തീർക്കുക, അവരില്ലാതാക്കുക. അള്ളാ അല്ലാത്തവരെ ആരാധിക്കുന്നു. അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാത്രം മുകളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസം ആവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ തീർക്കുക. അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരെന്താ ചെയ്തത്? മാരകമായിട്ടുള്ള റിസിൻ എന്ന് പറയുന്ന വിഷം, അല്ലെ, ഇവരുടെ അജണ്ടകളാണ് നടപ്പിലാക്കുന്നത്. 20-25 ലക്ഷവും രൂപ വാങ്ങി ഷെഫീൻ സെയ്ദ് എന്ന് പറയുന്ന ഹൂറി ഉൾപ്പെടെയുള്ള സംഘം കാഫിറുകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി മാരകമായിട്ടുള്ള വിഷം ഉൽപ്പാദിപ്പിച്ചു. അല്ലെങ്കിൽ ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക, എന്നിട്ട് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ ട്രക്ക് ദീപാവലി ദിനത്തില് കോയമ്പത്തൂർ സംഘമേശ്വര ക്ഷേത്രത്തില് ജമീഷ മുബിൻ എന്ന് പറയുന്ന യുവാവ് വണ്ടി നിറയെ സ്ഫോടക വസ്തുക്കളുമായിട്ട് ചെന്ന് കയറി ചിതറിത്തെറിച്ചു. മേളകളുണ്ട് അവിടെ, തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്, എന്തൊക്കെ വേണ്ടാത്ത. കുംഭമേളയിലേക്ക് കയറി ചെന്നാൽ ആസനം കുംഭം പോലെയാക്കി മാറ്റും യോഗി. കാരണം UP-യിലാണ്, പ്രയാഗ്രാജിലാണ് കുംഭമേള നടന്നത്. നിങ്ങളുടെ എന്തെങ്കിലും അട്ടഹാസം അവിടെ നടക്കുമോ? യോഗിയാണ് അടിച്ച് പാത്താൻ വരുത്തുന്നതിന്റെയൊക്കെ നടക്കുന്നത്. അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ദൗലത്തുൽ ഇസ്ലാമിലെ, നമ്മുടെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ? ഇനി വെപ്പൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ ഗൺസ്, കലാഷിൻകോഫ്, ഇതേപോലെ അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ലാസ് വെഗാസിൽ കുറച്ചു നാൾ മുമ്പ് നടന്നില്ലേ? നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത്? ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ, റോക്ക് കോൺസേർട്ടിൽ ഷെയ്ത്താന്റെ കൊട്ടാരത്തിൽ അവിടെ പോയിട്ട് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിലാണ് 1400 പേരെ കൊന്നത്, 257 പേരെ പിടിച്ച് ബന്ധികളാക്കി.
എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു എന്തെങ്കിലും അവിടെ ചെയ്യും. അല്ലെങ്കിൽ എന്നാ മിനിമം ഒരു റെയിൽ പാലെങ്കിൽ തെറ്റിക്കാൻ നോക്കുക. ഒരു ട്രെയിൻ മറിച്ചിട്ട് കുഫാരിങ്ങൾ ഇല്ലാതാവട്ടെ. അല്ലെങ്കിൽ മിനിമം നമ്മള് സമാധാന മതത്തിന്റെ ആളുകളാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന, വാനലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കി തന്ന അതൊക്കെയല്ലേ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റൂ. മതേതരത്വം. കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ പാടില്ല നമ്മൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവുന്നില്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ജിഹാദ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് സിറിയയിലേക്കും ഐസിസിലേക്കും ഒന്നും പോകാൻ ഇന്ത്യയിൽ സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? ചിതറിത്തിറിക്കണം. അവിടെ കൊണ്ടുപോയ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യന്റെയും ഒക്കെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ നെറ്റിൽ കിടപ്പുണ്ട്. അവര് പറയുന്ന ചില കാര്യങ്ങളൊന്ന് കേട്ടോ. My husband name is Abdul Rashid Abdullah. I have one daughter. Her name is. ഇവര് പറയുന്നത് ഇംഗ്ലീഷിലാണ് പറയുന്നത്. സോണിയ സെബാസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് മലയാളത്തില് ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കോ, ഇപ്പുറത്തെ സൈഡില് മലയാളത്തിലുണ്ട് കേട്ടോ അവരെന്താ പറയുന്നത് എന്ന്. Her name is. And I came to Khorasan in 2000. I'm Sonia Sebastian. My husband's name is Abdul Rashid Abdullah. I have one daughter. Her name is. And I came to Khorasan in 2016. I had accompanied my husband. And once we reached here, many things we saw were not up to our expectations. We came here expecting an Islamic life, to live under Islamic law, but many things were not up to our expectations. Be it the Salah in the Masjid, different things. So this was kind of a disappointment, and so I'm assuming many people who want to come are coming with the same expectations, but that is not what the reality is. So I would suggest everybody to rethink their decision. ഇങ്ങോട്ട് ഇനി ആരും വരണ്ടാന്ന് For doing anything. ഒന്നുകൂടെ ചിന്തിച്ചോളാം. And now what I want is I want to return to India, to my husband's family. ഇന്ത്യ നിർബന്ധിച്ചാ വരാം. I want to cut myself off from everything that has happened. Maybe my husband is also known, and now what I have left is only my husband's family. കെട്ടുവിന്റെ കുടുംബം മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. പൈസസ് ഇല്ലാന്ന്. And what your future association with Islamic State? In the future, I have decided to completely cut off myself from all this. I don't want to associate myself with all this anymore. Again. Never again. No. You are very convinced, yeah, you are speaking under some pressure. No, I'm not speaking under any pressure. This is a decision I have made by myself. So what do you think of Islamic State? Joining Islamic State? I don't see any point in doing so. ഇത് പ്രണയക്കണിയിൽ കുടുങ്ങി മതം മാറി ഐഷ്യയായി മാറിയ സോണിയ സെബാസ്റ്റ്യൻ 2016 ഭർത്താവായ അബ്ദുൾ റഷീദിനൊപ്പം അഫ്ഗാനിസ്ഥാനിലെത്തി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന NIA മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ആളാണ് എറണാകുളംകാരിയായ ഈ മലയാളി പെൺകുട്ടി. അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നടത്തിയ സൈനിക നടപടിയിൽ ഭർത്താവ് അബ്ദുൾ റഷീദ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കേരളത്തിലെ IS റിക്രൂട്ട്മെന്റിന് ചുക്കാൻ പിടിച്ച കൊടും ഭീകരനാണ് അബ്ദുൾ റഷീദ്. 90ഓളം ഓഡിയോ ക്ലിപ്പുകളിലൂടെ വിവിധ സാമൂഹ്യ മാധ്യമ ഇവന്റെ വോയിസ് ആണ് നമ്മളിപ്പോ കേട്ടത്. റാഷിദ് അബ്ദുള്ള, അവന്റെ പൊണ്ടാട്ടിയാണിത്. വഴി കേരളത്തിൽ IS ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. അവരെ കൊല്ലുക, അവരെ തീർക്കുക, അവരില്ലാതാക്കുക. അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നത്. അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക.
ക്രിസ്തുമതവും ഹിന്ദുമതവും ലോകത്തുണ്ടാകാൻ പാടില്ലെന്നും ഭക്ഷണത്തിൽ വിഷം കലർത്തിയും ട്രെയിൻ അപകടമുണ്ടാക്കിയും തൃശൂർ പൂരത്തിലേക്കും കുംഭമേളയിലേക്കും വാഹനമിടിച്ചു കയറ്റിയും തോക്കുപയോഗിച്ചുമെല്ലാം അവരെ കൊന്നെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന റഷീദിന്റെ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയാണ് അബ്ദുൾ റഷീദ് അബ്ദുള്ള. കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന സോണിയ സെബാസ്റ്റ്യൻ എറണാകുളം വൈറ്റില സ്വദേശിയാണ്. ഗൾഫിലെ വ്യത്യസ്ത രാജ്യങ്ങളിലായിരുന്നു ഇരുവരും തങ്ങളുടെ +2 പഠനം പൂർത്തിയാക്കിയത്. മധ്യകേരളത്തിലെ 2 എഞ്ചിനീയറിംഗ് കോളേജുകളിലായിട്ടായിരുന്നു ഇരുവരുടെയും ബിടെക് പഠനം. MG യൂണിവേഴ്സിറ്റി കലോത്സവമത്തിയായിരുന്നു ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു റഷീദ്. ഒപ്പന മത്സരത്തിൽ മണവാട്ടിയായി വേഷമിട്ട് വന്ന സോണിയ സെബാസ്റ്റ്യനെ കണ്ട റഷീദ് സോണിയുമായി സംസാരിക്കുകയും ഇരുവരും ഫോൺ നമ്പർ കൈമാറുകയും ചെയ്തു. തുടർന്ന് ഇരുവരും തമ്മിലുള്ള ബന്ധം വളരുകയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അബ്ദുൾ റഷീദ് തീവ്ര മതചിന്തകളിലേക്ക് ആകർഷനായത്. ബിടെക് പഠനം പൂർത്തിയാക്കിയ അബ്ദുൾ റഷീദ് ദുബായിൽ പോയി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത ശേഷം തിരിച്ച് നാട്ടിൽ വരികയാണ് ഉണ്ടായത്. സോണിയ ബിടെക് പഠനത്തിന് ശേഷം MBA പഠനത്തിനായി ചേർന്നു. തീവ്ര മതചിന്തകൾ സോണിയിലേക്കും ഇഞ്ചക്ട് ചെയ്യാൻ ഈ നാളുകളിൽ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. സാക്കിർ നായിക്കിന്റെ അടക്കമുള്ള മത തീവ്രവാദികളുടെ പ്രഭാഷണങ്ങൾ അയാൾ സോണിയയ്ക്ക് തുടരെ അയച്ചു കൊടുക്കുമായിരുന്നു. തുടർന്ന് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയായ സോണിയ ഇസ്ലാം മതത്തിലേക്ക് മാറി ആയിഷ എന്ന പേര് സ്വീകരിച്ചു. മതം മാറി ആയിഷയായ സോണിയ സെബാസ്റ്റ്യനെ റഷീദ് 2011 വിവാഹം ചെയ്തു. 2016 മെയ് 31 അബ്ദുൾ റഷീദും ഭാര്യ സോണിയ സെബാസ്റ്റ്യനും മുംബൈ എയർപോർട്ട് വഴി മസ്കറ്റ് എത്തി പിന്നീട് ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിൽ എത്തിയത്. ഇന്ത്യ വിടുമ്പോൾ സോണിയ 3 മാസം ഗർഭിണിയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രത്തിൽ വെച്ചാണ് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ആ കാലയളവിൽ ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിയ 21 മലയാളികളിൽ പലർക്കും പീസ് ഇന്റർനാഷണൽ സ്കൂളുമായി ബന്ധമുണ്ടെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാണാതാകുന്ന സമയത്ത് റഷീദ് പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ PRO ആയി ജോലി ചെയ്യുകയായിരുന്നുവെന്നും ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള യാസ്മിൻ അഹമ്മദ് എന്ന സ്ത്രീയുമായി റഷീദിന് ബന്ധമുണ്ടായിരുന്നു. യാസ്മിനും പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ഇന്ത്യ വിടാൻ ശ്രമിക്കവേ 2016 ഓഗസ്റ്റ് 1 പോലീസ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് യാസ്മിനെ അറസ്റ്റ് ചെയ്തിരുന്നു. 2016 മെയ് 3 ഫോൺ വഴിയുള്ള നിക്കാഹ് വഴി റഷീദ് തന്നെ വിവാഹം ചെയ്തിരുന്നതായി യാസ്മിൻ പിന്നീട് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. മതം മാറി ഐഷയായ സോണിയ സെബാസ്റ്റ്യനെ റഷീദ് 2011 വിവാഹം ചെയ്തിരുന്നു. 2016 ജൂലൈ മാസം ആദ്യ ആഴ്ച IS-ൽ ചേരാൻ ഇന്ത്യ വിട്ട 22 പേരും അഫ്ഗാനിസ്ഥാനിലെ IS കാലിഫേറ്റിൽ എത്തിയതായി റഷീദ് തന്നോട് പറഞ്ഞതായി യാസ്മിൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു. 2019 സുരക്ഷാ സേനയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ 900 ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കൂട്ടത്തിൽ സോണിയ ഉൾപ്പെടെയുള്ള മലയാളികൾ ഉണ്ടായിരുന്നു. ഒരൊപ്പന ജീവിതം മാറ്റിമറിച്ചു. അതല്ല എന്താണെന്നറിയാമോ? ഒപ്പനയിലെ പാട്ട് ഏതായിരുന്നല്ലേ? ഒന്നും പറയാതിരിക്കുക ഭേദമേ. ഊരുങ്ങടി ചമയടി കിളി കിളി പൊഴിക്കടി മണിമാരൻ വരുന്നുണ്ട്, പൊട്ടിത്തെറിക്കാൻ മണിമാരൻ വരുന്നുണ്ട് എന്നായിരിക്കും. ഒരുക്കി വച്ചത് മുഴുക്കെ എടുത്തവൻ മതിക്കും രാവാണ്. ആദ്യ രാത്രിക്ക് വേണ്ടി പോയതാ. പക്ഷെ താത്ത വിചാരിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല ISIS-ൽ വരെ സ്വീകരിച്ചത്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് വന്നു. എനിക്കിനി ആരുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ കേരളത്തിലിരുന്നിട്ട് നിർബന്ധിച്ചാൽ ഞാൻ വരാം. അപ്പോൾ ഭർത്താവിൻ്റെ ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 12 വർഷമായിട്ട് അവരാരും വിളിച്ചിട്ടില്ല, ചെന്ന് കയറിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വാളെടുക്കുന്നവൻ വാളാൽ വരും. ഒരു കലിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ 9 കലിക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് മിക്സ്ഡ് കൾച്ചറാണ്, എല്ലാ ജാതി വിഭാഗങ്ങളും ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മാത്രമായിട്ടൊരു സ്റ്റേറ്റ്. പോയി കെട്ടിയോൻ തെറിച്ചു, ഇവള് തെറിച്ചില്ല, ഒരു ട്രോഫിയും കയ്യിലുണ്ട്. സൂപ്പർ. അപ്പോൾ